നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ മദർ തെരേസാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 31ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. റവറന്റ് ഫാദർ മാത്യു തേച്ചാൽ ഉദ്ഘാടനം നിർവഹിച്ചു. KP മോഹനൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാനൂരിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്ത് 3 പതിറ്റാണ്ടിന്റെ പ്രൗഢമായ പാരമ്പര്യമുള്ള മദർ തെരേസാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 31ാം ആനുവൽ ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ റവറന്റ് ഫാദർ മാത്യു തൈച്ചാൽ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്കൂൾ വാർഷികം ആഘോഷിക്കുന്ന വെച്ചാൽ ആ സ്കൂൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ നല്ലൊരു റിപ്പോർട്ട് വായിച്ചു കേട്ടു. ഈ ഒരു വർഷകാലം സ്കൂൾ ആരംഭിച്ച ദിവസം മുതൽ ഇന്നുവരെ ചെയ്ത കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞ് വളരെ മനോഹരമായി വളരെ നല്ല രീതിയിൽ ചെയ്ത റിപ്പോർട്ടാണ് നമ്മൾ വായിച്ചു കേട്ടത്. വാർഷികാഘോഷം എന്ന് വെച്ചാൽ ഒരു തിരിഞ്ഞുനോട്ടമാണ്. ചെയ്ത കാര്യങ്ങളും ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളും നല്ലതായി കടന്നുപോയി ദിവസങ്ങളെ ഓർക്കുകയും അതോടൊത്ത് സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അടുത്ത വർഷം അത് മാറ്റിക്കൊണ്ട് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ദിവസം. ചടങ്ങിൽ KP മോഹൻ MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഒരു കാലത്ത് ചെറിയ വിദ്യാലയമായി തുടങ്ങിയ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇന്ന് വളരെയധികം തലയെടുപ്പുള്ള നിലപാടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സോഫിയ ഫെർണാണ്ടസിനെയും അതോടൊപ്പം അവരുടെ കുടുംബവും അതോടൊപ്പം അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടീച്ചർമാരെയും ഒക്കെ തന്നെ ഞാനെല്ലാ അഭിനന്ദനങ്ങളും വർദ്ധിക്കാം. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിന്ന് ഈ കലാമത്സരങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ കലാമത്സരങ്ങൾ നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം നിഷ്കളങ്കരാണ് അവർ കാട്ടിക്കൂട്ടുന്ന ഓരോന്നും നമ്മുടെ മനസ്സിൽ സന്തോഷം പകരുന്നതാണ്. എന്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും സന്തോഷമാണ്. സിനിമ സീരിയൽ താരം ഉണ്ണി രാജ ചടങ്ങിന് സാന്നിധ്യമരുളി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ എല്ലായിടത്തും കിട്ടാത്തൊരു കാര്യമുണ്ട്. മാഡം പറയുമ്പോൾ ഒരുപാട് ആളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അവരോരോന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അത് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസും കുട്ടികളോടും കുഞ്ഞുങ്ങളോടും രക്ഷാകർത്തെ കൂടെ അവരുടെ സമീപനത്തിൻ്റെ മാത്രം കാണുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ അങ്ങനെ കിട്ടൂല. ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. ആ സ്നേഹം അങ്ങനെ അപൂർവമായി സംഭവിക്കുന്നുണ്ട്. മദർ തെരേസ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു മഹത് വ്യക്തിയുടെ പേര്. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരു സ്കൂളിൽ നടത്തുകയും അതിൻ്റെ ഭാഗമാകുന്ന അമ്മ തന്നെയാണ്. ഭയങ്കര സന്തോഷം, ആത്മാർത്ഥമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഭയങ്കര സന്തോഷം തോന്നി. മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജർ സോഫിയ ഫെർണാണ്ടസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സാറ് പറയണം, ആരോടാ പറയുന്നത്? ഒരു ഓഫീസിൽ പോയിട്ട് ഓഫീസിനോട് പറയാണ് 1 2 3 4 5 6 7 എൻ്റെ വിരൽ തീർന്ന് ബാക്കി സാറിൻ്റെ വിരലിലാണ്. തന്നെ പറയാനുണ്ട്. കാരണം ക്ഷണിച്ചിട്ട് വളരെ കുറച്ച് അമ്മമാരെ വന്നിട്ടുള്ളൂ എങ്കിലും ആ അമ്മമാരുടെ പെർഫോമൻസ് നമുക്ക്, ഞാൻ വിചാരിക്കുന്നത് ഇത്രയും കഴിവ് ഉള്ളിൽ വെച്ചിട്ടാണോ ഇവരൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത്. അതിൽ ഒരു വ്യക്തിയെ ഞാൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് പ്രശംസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കുച്ചിപ്പുടി ഡാൻസ് ചെയ്ത മദർ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാമായിരുന്നു. ഹെഡ്മിസ്റ്റേഴ്സ് PV ജിഷ ആനുവൽ റിപ്പോർട്ട് അവതരണം നടത്തി. ഫോർമർ PTA പ്രസിഡന്റ് മുഹമ്മദ് അലി ആശംസാ പ്രസംഗം നടത്തിയ ചടങ്ങിന് 7ാം ക്ലാസ് വിദ്യാർത്ഥി സിയാന മനോജ് സ്വാഗതവും അസ്ലഹ അസ്ലം ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു.
തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമഗ്ര ന്യൂസ് പാനൂർ.